24 മെഗാ ബ്രേക്കിംഗ് എം ലിജു മന്ത്രിസഭയിലേക്ക് വരികയാണ് എന്നുള്ള വിവരങ്ങൾ വരുന്നു. ഒപ്പം ചാണ്ടി ഉമ്മനെയും മന്ത്രിസഭയിലേക്ക് പരിഗണിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ. ആർ ശ്രീജിത്തിലേക്ക് പോകാം. ശ്രീജിത്ത്, തിരക്കിട്ട ചർച്ചകളൊക്കെ നടക്കുകയാണ്. നാളെ വൈകുന്നേരത്തിനുള്ളിൽ അന്തിമ തീരുമാനമെടുക്കണം. അപ്പോൾ എം ലിജു മന്ത്രിസഭയിലേക്ക് വരികയാണല്ലേ? ഒപ്പം തന്നെ ചാണ്ടി ഉമ്മൻ ഏറെക്കുറെ പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതുമാണ്. സാമുദായിക പരിഗണനകളടക്കം അടിസ്ഥാനമാക്കിക്കൊണ്ടുള്ള മന്ത്രിസഭാ രൂപീകരണ ചർച്ചകളാണ് കോൺഗ്രസിൽ നടക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് മന്ത്രിസ്ഥാനം ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്ന നേതാക്കൾ KPC പ്രസിഡന്റ് സണ്ണി ജോസഫാണ്. അദ്ദേഹം ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകും. പിന്നീടൊന്ന് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ എം ലിജു ആണ്. എം ലിജു കായംകുളത്തു നിന്നുള്ള MLA ആയി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അദ്ദേഹം ഉറപ്പായും മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് പറയാവുന്ന ഘട്ടം എത്തിയിരിക്കുന്നു. ചാണ്ടി ഉമ്മന് നേരത്തെ തന്നെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശൻ മന്ത്രിസഭയിൽ അംഗമാക്കാമെന്ന് ഉറപ്പ് കൊടുത്തിരുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവും മന്ത്രിസഭാ ബർത്ത് ഉറപ്പിച്ചു എന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. കുണ്ടറ MLAയും KPCC വർക്കിംഗ് പ്രസിഡന്റുമായ PC വിശ്വനാഥും മന്ത്രിസഭയിലെത്തും എന്ന് ഏതാണ്ട് ഉറപ്പാണ്. ഇപ്പോൾ സംശയകരമായി ഈ ചില മാറ്റങ്ങൾക്ക് സാധ്യതയുള്ളത് AP അനിൽകുമാറിന്റെ കാര്യത്തിലാണ്. AP അനിൽകുമാറിന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ഒരു തീരുമാനം ഇനി ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്നാൽ AP അനിൽകുമാറും മന്ത്രിസഭയിൽ ചേരാൻ വലിയ തോതിൽ താല്പര്യം കാണിച്ചിട്ടില്ല, അല്ലെങ്കിൽ അത്തരമൊരു കാര്യമായ അവകാശവാദം അദ്ദേഹം ഉന്നയിച്ചിട്ടില്ല എന്ന് പറയുന്നു. ബത്തേരിയിൽ നിന്ന് IC ബാലകൃഷ്ണൻ രമേശ് ചെന്നിത്തലയുടെ പിന്തുണയിൽ മന്ത്രിസഭയിലെത്താം. അദ്ദേഹം പട്ടികവർഗ വിഭാഗത്തിൽ നിന്നാണ് മന്ത്രിയാകുന്നത്. നാലാമത്തെ ടേമായി അവിടെ നിന്ന് ജയിക്കുന്ന ആളാണ്. ഇതോടൊപ്പം തന്നെ അങ്ങനെ വരും SC വിഭാഗത്തിൽ നിന്ന് ഒരു മന്ത്രി ഉണ്ടാകേണ്ടതുണ്ട്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ കുന്നത്തനാട് MLA VP സജീന്ദ്രന് മന്ത്രിസഭയിലെത്താനുള്ള സാധ്യതയാണ് വരുന്നത്, അനിൽകുമാറിനെ ഒഴിവാക്കുകയാണെങ്കിൽ. അത് മാത്രമല്ല, VD സതീശനോടൊപ്പം നിൽക്കുന്ന MLA കൂടിയാണ് VP സജീന്ദ്രൻ. അദ്ദേഹത്തിന് ആ തരത്തിൽ മന്ത്രിയാകാനുള്ള സാധ്യത തെളിഞ്ഞേക്കും. 2011-2016 കാലത്തെ ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലും പട്ടികവർഗ വിഭാഗത്തിൽ നിന്ന് ഓരോ പ്രതിനിധി ഉണ്ടായിരുന്നു. അന്ന് പട്ടികവർഗ പ്രതിനിധിയായി മാനന്തവാടി MLA ആയിരുന്ന PK ജയലക്ഷ്മി ആയിരുന്നെങ്കിൽ ജാതി പ്രതിനിധിയായി AP അനിൽകുമാർ ആയിരുന്നു മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നത്. അതേ അനുപാതം ഇത്തവണയും കാത്തുസൂക്ഷിക്കും. അത്തരം പരിഗണനകൾ ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇതോടൊപ്പം ഇനി തീരുമാനമാകാനുള്ളത് ഈ അൻവർ സാദത്തിന്റെ അടക്കമുള്ള കാര്യത്തിലാണ്. അൻവർ സാദത്ത് മന്ത്രിസഭയിലേക്ക് എത്തുകയാണെങ്കിൽ T സിദ്ദിഖിന്റെ സാധ്യത മങ്ങും. ഷാനിമോൾ ഉസ്മാനും ബിന്ദു കൃഷ്ണയും മന്ത്രിസഭയിൽ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന സൂചന. എന്നാൽ ഒരുപക്ഷെ വിദ്യാ ബാലകൃഷ്ണനെ കൂടി എലത്തൂരിൽ നിന്ന് AK ശശീന്ദ്രനെ അട്ടിമറിച്ച് വലിയ തോതിലുള്ള വിജയം നേടിയ വിദ്യാ ബാലകൃഷ്ണനെ കൂടി സജീവമായ പരിഗണനയിലുണ്ട് എന്ന വിവരവുമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പുറത്തു വരുന്നത്. ശരി, ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. അങ്ങനെ എം ലിജുവും ചാണ്ടി ഉമ്മനും മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ഏറെക്കുറെ പ്രതീക്ഷിച്ച പേരുകളാണ്. അവർ രണ്ടുപേരും മന്ത്രിസഭയിൽ എത്തുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഉറപ്പായിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.